വയനാട് മുള്ളൻകൊല്ലിയിൽ കോൺഗ്രസ് നേതൃമാറ്റത്തിന് സാധ്യത. മുള്ളൻകൊല്ലിയിലെ ഉൾപാർട്ടി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ KPCC പ്രത്യേക സമിതിയെ നിയോഗിക്കണമെന്ന് DCC ആവശ്യപ്പെട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇക്കാര്യത്തിൽ നടപടിയുണ്ടാകും. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്താണ് ചേരുന്നത്. വീണ്ടും സുർജിത്ത്, ഗുഡ് മോർണിംഗ് അഗെയിൻ. നിരവധി ഉൾപാർട്ടി പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എന്ന കാര്യം ചർച്ചയാകുന്നുണ്ട്. ഇത് പലരും ചർച്ചയാക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ളൊരു നടപടിയാണ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പോകുന്നത്? ക്രിസ്റ്റീന, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ ജോസ് നെല്ലയിടത്തിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അതിൽ കൃത്യമായ രീതിയിൽ തന്നെ ഗ്രൂപ്പ് വൈരത്തെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾ തന്നെയാണെന്നുള്ള സ്ഥിരീകരണം, ആ ബോധ്യം പാർട്ടിക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്ന കാര്യം. എന്തായാലും ഇതിൽ ഇപ്പോൾ നിലവിലിപ്പോൾ ഈ ബത്തേരി സ്വദേശിയായിട്ടുള്ള രാജേഷിനാണ് ഈ സംഘടനയുടെ ചുമതല, അതായത് മണ്ഡലം പ്രസിഡന്റ് ചുമതല. അടിമുടി ഈ മണ്ഡലം കമ്മിറ്റിയെ മാറ്റണം എന്നുള്ള തരത്തിലുള്ള ഒരു നിർദ്ദേശമാണ് DCC മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സ്വാഭാവികമായും അത് KPCC തന്നെ ഇടപെട്ട ഒരു സമിതിയെ നിയോഗിച്ചുകൊണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു നേതൃമാറ്റം സാധ്യമാക്കണം എന്നുള്ള തരത്തിലുള്ളൊരു ഇടപെടൽ, അത്തരത്തിലുള്ള ഇടപെടൽ KPCC നേതൃത്വത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അതേസമയം ഈ ഇദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട്, ജോസ് നെല്ലയിടത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നടക്കം മൊഴിയെടുക്കാനുള്ള നീക്കം അന്വേഷണ സംഘം നടക്കുന്നുണ്ട്. ഇന്ന് തന്നെ മൊഴിയെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ തങ്കച്ചൻ എന്ന കോൺഗ്രസിൻ്റെ വാർഡ് പ്രസിഡന്റിനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾക്കും സാധ്യതയുണ്ട്. അത് പോലീസ് എന്തൊക്കെയായാലും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിൽ കൃത്യമായ രീതിയിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ, പാർട്ടിക്കകത്തു നിന്ന് തന്നെ നടന്ന ഗൂഢാലോചനയാണെന്നുള്ള കാര്യം വ്യക്തത പോലീസിന് മുമ്പാകെ വന്നിട്ടുണ്ട്. സ്വാഭാവികമായും ആ ഒരു നടപടിയിലേക്ക് കൂടി കടക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. അതേസമയം ഈ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഈ കരാറുമായി ബന്ധപ്പെട്ട്, ഈ NM വിജയൻ്റെ മരുമകളുടെ ആത്മഹത്യാ ശ്രമവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായമാണ് T സിദ്ദിഖ് MLA-യും അതോടൊപ്പം സണ്ണി ജോസഫും ഉന്നയിച്ചത്. സണ്ണി ജോസഫ് പറഞ്ഞ കാര്യം, ഇങ്ങനെയൊക്കെ ഒരു കരാറില്ല, അതായത് പണം നൽകാമെന്ന കരാറില്ല, പാർട്ടി കുടുംബമായതിനാൽ സഹായിക്കുന്നു എന്നുള്ള തരത്തിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അത്തരത്തിലൊരു കരാർ തയ്യാറാക്കിയിരുന്നു എന്നുള്ളത് T സിദ്ദിഖ് പറയുന്നുണ്ട്. പാർട്ടി എല്ലാ അർത്ഥത്തിലും ഒരു സഹായം നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ 20 ലക്ഷം രൂപ അവരുടെ മറ്റ് ജീവിത കാര്യങ്ങൾക്ക് വേണ്ടി 20 ലക്ഷം രൂപ പാർട്ടി കൈമാറിയിട്ടുണ്ട്. 20 ലക്ഷം രൂപയുടെ വായ്പാ തുക അത് സ്വകാര്യ പണമിടപാട് ബാങ്കിൽ അടയ്ക്കാനുള്ള നീക്കം പാർട്ടി നടത്തുന്നുണ്ട്. അതോടൊപ്പം 60 ലക്ഷം രൂപ ഈ ബത്തേരി ബാങ്കിൽ നിന്ന് എടുത്ത 60 ലക്ഷം അതുമായി ബന്ധപ്പെട്ട ആ ലോൺ തുകയും അടച്ചു നീക്കാനുള്ള നീക്കം പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷേ ഇതിനെല്ലാം തന്നെ കാലതാമസം നേരിട്ടിട്ടുണ്ട് എന്നുള്ള ഒരു സമ്മതം കൂടി T സിദ്ദിഖിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ഇന്നിപ്പോൾ CPM ഇത് വലിയ രാഷ്ട്രീയ ആയുധമാക്കി ഏറ്റെടുക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. രാവിലെ 8 മണിക്ക് ജില്ലാ സെക്രട്ടറി K റഫീഖ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇതിൽ വലിയ രീതിയിലുള്ള ഒരു കോൺഗ്രസിനകത്തുണ്ടായ ഈ മരണങ്ങളുമായി ബന്ധപ്പെട്ട് ആത്മഹത്യാ ശ്രമവും ഒപ്പം തന്നെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമാണ് CPM നടത്തുന്നത്. ക്രിസ്റ്റീന, ഉന്മേഷം. ഇത് രാഷ്ട്രീയ ആയുധമാക്കുകയാണ് ഏതായാലും വയനാട്ടിൽ CPIM. കോൺഗ്രസ് ആകട്ടെ കാര്യത്തിൽ പ്രതിരോധത്തിലാണ്. അക്കാര്യത്തിൽ നടപടി ഉണ്ടാകും എന്നാണ് ഇപ്പോൾ സുർജിത്ത് അയ്യപ്പത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് വയനാട്ടിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.